ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എച്ചിങ് പ്രോസസ് ആയിരുന്നല്ലേ. കെമിക്കൽ എച്ചിങ് ആയിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കെമിക്കൽ എച്ചിങ് തന്നെ ഐസോട്രോപിക് എച്ചിങ്ങും അനൈസോട്രോപിക് എച്ചിങ്ങും അതിനുപയോഗിക്കുന്ന എച്ചൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ സ്ക്രീൻ കാണാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ എച്ചിങ്, ഐഡിയൽ എച്ചിങ്, അണ്ടർ കട്ടിങ്, അണ്ടർ എച്ചിങ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ എങ്ങനെയൊക്കെയാണ് എച്ചിങ് പ്രോസസ്സ് നടക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇന്നലെ ഡിസ്കസ് ചെയ്ത് പിന്നെ നമുക്ക് എങ്ങനെയാണ് എച്ചിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന്റെ ഡെപ്ത് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് റിക്വയർഡ് ഡെപ്ത് എന്ന് പറയുന്നത് സർഫസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ സർഫസിൽ നിന്നും ഈ ഒരു ഡെപ്തിൽ മാത്രമേ എനിക്ക് കട്ടിങ് നടക്കേണ്ടതുള്ളൂ. ബട്ട് സംടൈംസ് നമുക്ക് പിന്നെ ഓവർ ടൈം കൊടുക്കുമ്പോൾ റിക്വയർഡ് ഡെപ്തിനേക്കാൾ കൂടുതൽ എച്ചിങ്, അതായത് ഇതിന്റെ നിന്നും താഴോട്ടേക്ക് എച്ചിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അണ്ടർ എച്ചിങ് അല്ലെങ്കിൽ സൈഡ് വൈസ് എച്ചിങ് ഒക്കെ നടക്കാനും നമ്മുടെ മാസ്കിലും എച്ചിങ് നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ എച്ചിങ് കൺട്രോൾ ചെയ്യുക, ദാറ്റ് ഈസ് എച്ച് സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. എച്ചിങ് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുക, നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മെറ്റീരിയലിൽ എച്ചിങ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് ടോപ്പിക്, എച്ച് സ്റ്റോപ്പ് മെത്തേഡ്സ്. ഇതും യൂണിവേഴ്സിറ്റി എക്സാം, ഞാൻ ഇന്നലെ ലാസ്റ്റ് അതായിരുന്നു പറഞ്ഞത്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു എച്ച് സ്റ്റോപ്പ് മെത്തേഡ്സ്. എങ്ങനെയാണ് എച്ചിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക. സോ ദർ ആർ ടു പോപ്പുലർ ടെക്നിക്സ് യൂസ്ഡ് ഇൻ എച്ച് സ്റ്റോപ്പ് മെത്തേഡ്സ് ദാറ്റ് ആർ ഡോപ്പന്റ് കൺട്രോൾഡ് എച്ച് സ്റ്റോപ്പ് ആൻഡ് ഇലക്ട്രോകെമിക്കൽ എച്ച് സ്റ്റോപ്പ് മെത്തേഡ്സ്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിക്വയർഡ് ഏരിയ അല്ലെ ഡിസൈഡ് ഏരിയയിൽ എച്ചിങ് നടത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡിസൈഡ് ഏരിയയിൽ മെറ്റീരിയൽ റിമൂവൽ നടത്തുക എന്നുള്ളതാണ് എച്ചിങ് പ്രോസസ്. ഇപ്പൊ നമുക്ക് ഡിസൈഡ് ഏരിയയിൽ ഡിസൈഡ് ഡയമെൻഷനിൽ എച്ചിങ് കഴിഞ്ഞാൽ ആ എച്ചിങ് അവിടെ നിർത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡോപ്പന്റ് കൺട്രോൾഡ് എച്ച് സ്റ്റോപ്പ് മെത്തേഡ് ആൻഡ് ഇലക്ട്രോകെമിക്കൽ എച്ച് സ്റ്റോപ്പ് മെത്തേഡ്. ഡോപ്പന്റ് കൺട്രോൾ എന്ന് വെച്ചാൽ ഡോപ്പിംഗ്. വാട്ട് ഈസ് ഡോപ്പിംഗ്? എന്താ സെമി കണ്ടക്ടറിൽ നമ്മൾ പഠിക്കുമ്പോൾ, സെമി കണ്ടക്ടർ ഫിസിക്സ് പഠിക്കുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി എന്തിനാണ് ഈ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്? പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ, അതിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അത് തന്നെയാണ് ആ ഒരു ഡോപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഒന്നാമത്തെ മെത്തേഡ്, അല്ലെങ്കിൽ എച്ച് സ്റ്റോപ്പിലെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡോപ്പന്റ് കൺട്രോൾഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഡോപ്പിംഗ് നടന്നത് ഇപ്പൊ സിലിക്കണിനെ പി ടൈപ്പ് സെമി കണ്ടക്ടറും ആക്കാം, എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ആക്കാം. ഒരു പ്യുവർ സിലിക്കണിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആക്കാൻ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ മതി. പി ടൈപ്പ് ആക്കാൻ വേണ്ടി ജനറലി ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഏതാണ്? ഇതെല്ലാം നമ്മള് +2 ഫിസിക്സ് പഠിച്ചാണ്. സോഡിയോ, സിലിക്കൺ, ജർമ്മേനിയം. പറഞ്ഞോ. എനിക്കൊരു സിലിക്കൺ സബ്സ്ട്രേറ്റിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആക്കി മാറ്റണം. അതായത് പി ടൈപ്പിന്റെ ഡോപ്പിംഗ് നടത്തണം. പി ടൈപ്പ് ഡോപ്പിംഗ് അല്ലെങ്കിൽ പി ടൈപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ഏതാണ്? ബോറോൺ ആഡ് ചെയ്താല് പി ടൈപ്പ് ആയിട്ട് മാറും. അതായത് നമ്മുടെ വേഫറിലെ സബ്സ്ട്രേറ്റില് ബോറോൺ എന്ന് പറയുന്ന, ബോറോൺ അറിയാലോ, ബോറോൺ ആണ് ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ അതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറായി മാറി അല്ലെ. ഇനി എൻ ടൈപ്പ് ആക്കാൻ വേണ്ടി പൊതുവെ ആഡ് ചെയ്യുന്ന രണ്ട് എലമെന്റ്സ് ഫോസ്ഫറസും ആർസനിക്കും. ഫോസ്ഫറസും ആർസനിക്കും ആണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ അത് എൻ ടൈപ്പ് സിലിക്കണായി മാറും. അപ്പൊ പി ടൈപ്പും എൻ ടൈപ്പും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പി ടൈപ്പ് ആവാൻ ബോറോൺ ആഡ് ചെയ്താൽ മതി, എൻ ടൈപ്പ് ആവാൻ ഫോസ്ഫറസ് അല്ലെങ്കിൽ ആർസനിക് ആഡ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണ് ഈ ഡോപ്പന്റ് കൺട്രോൾഡ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ ഒരു പ്യുവർ സിലിക്കൺ എടുത്തിട്ടുണ്ട്. പ്യുവർ സിലിക്കൺ എടുത്തിട്ട് ഇതിൽ ഞാൻ എച്ചിന്റെ, അതായത് മാസ്ക് ഒക്കെ വെച്ച്, ഇവിടെയൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ട്, ഞാൻ മാസ്ക് വെച്ചു, അതിനുശേഷം എച്ച് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിപ്പോ പ്യുവർ സിലിക്കൺ ആണ്, ഇതിൽ ഡോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല. ഇതിലേക്ക് എച്ച് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എച്ച് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഈ സ്ഥലത്തൊക്കെ മെറ്റീരിയൽ റിമൂവൽ നടക്കും അല്ലെ. ഇനി ഞാൻ ഒരു ഡോപ്ഡ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഡോപ്ഡ് സിലിക്കൺ സബ്സ്ട്രേറ്റ് എടുക്കുന്ന വെച്ചു. നേരത്തെ എടുത്ത് പ്യുവർ സിലിക്കൺ ആയിരുന്നു,
ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഡോപ്പിംഗ് നടത്തിയ ബോറോണോ അല്ലെങ്കിൽ ഫോസ്ഫറസോ, അതായത് ഐദർ പി ഓർ എൻ, പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് സിലിക്കണാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ നമ്മൾ എച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ എച്ചിങ് നടത്തിയപ്പോൾ ഇതിനൊരു എച്ചിങ് റേറ്റ് ഉണ്ടാവുമല്ലോ, സ്പീഡ്, എച്ചിങ് നടക്കുന്ന സ്പീഡ്. ഞാൻ ഇന്നലെ കുറെ എലമെന്റുകളും അതിന്റെ എച്ചിങ് റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. KOH ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിലിക്കണിൽ വരുന്ന എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് 0.25 to 1.4 മൈക്രോമീറ്റർ പെർ മിനിറ്റ് ആണ് എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്യുവർ സിലിക്കൺ എടുത്തിട്ട് ഞാൻ എച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു എച്ചിങ് റേറ്റ് ഉണ്ടാവും അല്ലെ, ഒരു എച്ചിങ് റേറ്റ് ഉണ്ടാവും, എച്ചിങ് റേറ്റ് ഉണ്ടാവും, ഒരു എച്ചിങ് റേറ്റ് ഉണ്ടാവും. ഇനി ഒരു പി ടൈപ്പ് ഓർ എൻ ടൈപ്പ്, അതായത് ഡോപ്ഡ് സിലിക്കൺ സബ്സ്ട്രേറ്റ് ഞാൻ എടുത്തു, നേരത്തെ പോലെ തന്നെ മാസ്ക് പ്രൊവൈഡ് ചെയ്തു, ദെൻ ഞാൻ മേലെ നിന്ന് എച്ച് ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെയും എച്ചിങ് നടക്കും. അപ്പോ പ്യുവർ സിലിക്കന്റെ എച്ചിങ് റേറ്റിനേക്കാളും ഹയർ റേറ്റ് ആയിരിക്കും ഡോപ്ഡ് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സിന്റെ എച്ചിങ് റേറ്റ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡോപ്ഡ് മെറ്റീരിയൽ ആണെങ്കിൽ, ഡോപ്പിംഗ് നടന്ന സെമി കണ്ടക്ടർ ഓർ സിലിക്കൺ വേഫേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എച്ചിങ് റേറ്റ് എന്താവുന്ന പറയുന്നത്, എച്ചിങ് റേറ്റ് ഇൻക്രീസ് ആവും. അതായത് ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തപ്പോൾ നമുക്കറിയാം ഇതൊരു എന്തായി, പ്യൂർ സിലിക്കണിൽ നിന്നും മാറി അല്ലേ, ഇതിനകത്ത് ഒരു പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഡോപ്പിംഗ് നടന്ന മെറ്റീരിയൽസിൽ എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ദാൻ അൺഡോപ്ഡ് മെറ്റീരിയൽ. ഓക്കെ, ഇനി ഒരു മെറ്റീരിയൽ ഞാൻ എടുക്കുന്നു, സിലിക്കൺ തന്നെ എടുക്കുന്നു. ഇപ്പൊ സിലിക്കണിന്റെ ഇതിനകത്ത് ഞാൻ പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഡോപ്പിംഗ് കൂടുതൽ നടക്കുന്ന റീജിയനും ഉണ്ടാവും, ഡോപ്പിംഗ് വളരെ കുറച്ച് നടന്ന റീജിയൻസ് ഉണ്ടാവും. ശരിക്കും ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഇംപ്ലാന്റേഷൻ പോലെയാണ്. നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ ഇതിലേക്ക് ആഡ് പോയി. പോയി. Hello, everything gone. ഹലോ, നേരത്തെ കട്ടായ? ആ 2 മിനിറ്റ്.
സ്ക്രീൻ കാണുന്നുണ്ടോ? എന്താടാ പറയോ? നേരത്തെ സ്റ്റെക്ക് ആയിട്ടുള്ളേ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ കാണുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ പറഞ്ഞു വന്നത് എച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഒരു പ്യുവർ സിലിക്കൺ അതേപോലെ ഒരു ഡോപ്ഡ് സിലിക്കണും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡോപ്ഡ് സിലിക്കണിലാണ് എച്ചിങ് റേറ്റ് കൂടുതലുണ്ടാവുക. ഇനി ഒരു വേഫർ തന്നിട്ട് നമുക്ക് ഒരു റിക്വയർഡ് ഡിസൈഡ് ഏരിയയിൽ എച്ചിങ് നടത്താൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡിസൈഡ് ഏരിയയിൽ ഹൈലി ഡോപ്ഡ് ഏരിയ ആക്കി മാറ്റിയാൽ മതി. ആ ഏരിയയിൽ നല്ല ഡെൻസിറ്റിയിൽ ഡോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ഇനി ഞാൻ എച്ച് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോപ്പിംഗ് നടന്ന ഏരിയയിലാണ് വളരെ സ്പീഡിൽ ഹൈ എച്ചിങ് റേറ്റിൽ എച്ചിങ് നടക്കുക. മറ്റ് ഏരിയയിൽ വളരെ ലൈറ്റർ ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്മോൾ റേറ്റിൽ മാത്രമേ എച്ചിങ് നടക്കുള്ളൂ. സോ നമ്മളൊരു ടൈം പ്രൊവൈഡ് ചെയ്തിട്ട് എച്ചിങ്ങിന് വിടുകയാണെങ്കിൽ ഇതിൽ ഡോപ്പിംഗ് നടന്ന ഏരിയ ഏതാണോ അവിടെയാണ് ഹൈ സ്പീഡിൽ എച്ചിങ് നടക്കുന്നത്. സോ നമുക്ക് ആ ഒരു മെത്തേഡിൽ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഡോപ്പ് ആൻഡ് കൺട്രോൾഡ് എച്ച് സ്റ്റോപ്പ് മെത്തേഡ്. അപ്പോ എന്റെ ഡിസൈഡ് ഏരിയയിൽ ഒരു വേഫർ തന്ന് അതിന്റെ സെന്റർ പാർട്ടിലാണ് എനിക്ക് എച്ചിങ് നടത്തേണ്ടതെങ്കിൽ ആ ഡിസൈഡ് ഏരിയയിൽ ഡോപ്പിംഗ് ഹൈ ഡെൻസിറ്റി ഡോപ്പിംഗ് നടത്തുക. ദെൻ മാസ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം എച്ച് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈ ഡോപ്പിംഗ് നടന്ന ഏരിയയിൽ ഫാസ്റ്റർ റേറ്റിൽ എച്ചിങ് നടക്കും. ദെൻ നമ്മൾ അതിന്റെ ടൈം കൺസ്യൂം ചെയ്യുന്ന ടൈം നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ എച്ചിങ്ങിനെ ഒന്നുകൂടി സ്പീഡാക്കാനും പറ്റും. നേരത്തെ നോർമൽ എച്ചിങ്ങിനേക്കാളും അല്ലെങ്കിൽ പ്യുവർ സിലിക്കണിൽ നടക്കുന്നതിനേക്കാളും സ്പീഡിൽ എച്ചിങ് കൺട്രോൾ ചെയ്യാനും എച്ചിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഇതൊരു മെത്തേഡാണ് ഡോപ്പ് ആൻഡ് കൺട്രോൾ. ഡോപ്പിംഗ് നടത്തിയിട്ട് കൺട്രോൾ ചെയ്യാം. സിലിക്കൺ സബ്സ്ട്രേറ്റിൽ ഡോപ്പിംഗ് നടത്തിയതിനു ശേഷം കൺട്രോൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മെത്തേഡാണ് ഈ പറയുന്ന സെക്കൻഡ് മെത്തേഡ്. ദാറ്റ് ഈസ് ഇലക്ട്രോ കെമിക്കൽ എച്ച് സ്റ്റോപ്പിംഗ് മെത്തേഡ്. ഇലക്ട്രോ കെമിക്കൽ എച്ച് സ്റ്റോപ്പിംഗ് മെത്തേഡ് ഇത് ആക്ച്വലി നമ്മൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സിന്റെ ഫിഗർ ആണ്. ഇപ്പം ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ നമുക്കറിയാം ഒരു കാത്തോഡും ഒരു ആനോഡൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, പിന്നെ അല്ലെ ഇങ്ങനെ തന്നെയല്ലേ അതിന്റെ ഒരു ഫിഗർ ഓർക്കുന്നില്ല? +2 ഫിസിക്സ് +2 അല്ല, നമ്മൾ സ്കൂൾ ലെവലേ പഠിക്കുന്നതാണ് ഇലക്ട്രോളിസിസ് പ്രോസസ്. അപ്പൊ ഇവിടെ ആക്ച്വലി ഇലക്ട്രോളിസിസ് പ്രോസസ് ആണോ നടക്കുന്നത് അല്ല വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബാത്ത് ഉണ്ട് അല്ലെ, ഒരു കണ്ടെയ്നർ ഉണ്ട്, ഒരു കണ്ടെയ്നർ എലമെന്റ് ഉണ്ട്. കണ്ടെയ്നറിനകത്ത് ഒരു ഇലക്ട്രോലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിക്വിഡ് ഫോമിലുള്ള എലമെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് അവർ എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് എച്ചിങ് നടത്തേണ്ടുന്ന സബ്സ്ട്രേറ്റ് എലമെന്റ് ഉണ്ടാവില്ലേ? നമുക്ക് എച്ചിങ് നടത്തേണ്ട എലമെന്റ് ഉണ്ടാവില്ല, നമ്മുടെ ബേസ് മെറ്റീരിയൽ ഉണ്ടാവില്ല, സബ്സ്ട്രേറ്റ് എലമെന്റ് സിലിക്കന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെമി കണ്ടക്ടർ എലമെന്റ്. അങ്ങനെയുള്ള നമുക്ക് മെഷീനിങ് അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ നടത്തേണ്ടുന്ന നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിനെ ഇവിടെ ഒരു പെട്ടിക്കകത്താണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബോൾഡ് കളറിൽ ഉള്ള ഒരു ബോക്സ് കാണുന്നുണ്ടാവും. ഈ ബോക്സിന്റെ ഉള്ളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഞാൻ ഒന്ന് ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടി വരച്ചേക്കാം. നമ്മുടെ മെഷീനിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ ഓപ്പറേഷൻ നടത്തേണ്ടുന്ന വർക്ക് പീസ് എന്ന് പറയുന്നതാണ് ഞാനിപ്പോ വരച്ച് കാണിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ വർക്ക് പീസ്. ഇത് ഈ ഞാനിപ്പോ വരച്ച റെക്ടാംഗിളിന്റെ ഉള്ളിലുള്ള എലമെന്റ്, ഇതാണ് വർക്ക് പീസ്. അപ്പൊ ഈ വർക്ക് പീസിനെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ഇലക്ട്രോലൈറ്റിലേക്ക് ഇടുകയല്ല ചെയ്തത്, അല്ലെ എച്ചിന്റെനകത്തേക്ക് ഇടുകയല്ല ചെയ്തത്. ഒരു സ്പെഷ്യൽ ബോക്സിനകത്താണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇനേർട്ട് സബ്സ്ട്രേറ്റ് കണ്ടെയ്നർ, നമ്മുടെ സബ്സ്ട്രേറ്റിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡിംഗ് ഡിവൈസ്, ദാറ്റ് ഈസ് സബ്സ്ട്രേറ്റ് കണ്ടെയ്നർ. ഒരു ബോക്സിനകത്ത് നമ്മുടെ മെറ്റീരിയൽ, ഞാൻ ഇവിടെ വരച്ച റെക്ടാംഗിൾ നമ്മുടെ ആക്ച്വലി ഉണ്ടായിരുന്ന സബ്സ്ട്രേറ്റ് എലമെന്റ് ആണ്. ഇനി ഈ സബ്സ്ട്രേറ്റ് തന്നെ നോക്കിയാൽ രണ്ട് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വൈറ്റ് കളറിലും ഉണ്ട്, അതേപോലെ ഒരു ഹാഷ് കളറിലും. രണ്ട് പീസ് ഉണ്ട് അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ,
ഓക്കെ, എന്താണ് ഈ സബ്സ്ട്രേറ്റ് രണ്ട് പീസാക്കി എടുത്തത്? അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായതാ. ഒന്ന് പി ടൈപ്പ് സിലിക്കൺ ആണ്, മറ്റൊന്ന് എൻ ടൈപ്പ് സിലിക്കൺ ആണ്. എന്താ പി ടൈപ്പ് സിലിക്കൺ? എങ്ങനെയാ സിലിക്കണിനെ, പ്യൂർ സിലിക്കണിനെ പി ടൈപ്പ് ആക്കി മാറ്റാം? ബോറോൺ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പി ടൈപ്പ് ആവും. എൻ ടൈപ്പ് ആവാൻ ഫോസ്ഫറസ് അല്ലെങ്കിൽ ആർസെനിക് അല്ലെ, ആർസെനിക് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാല് അത് എൻ ടൈപ്പ് ആയി മാറും. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി മെഷീനിങ് ഓപ്പറേഷൻ നടത്തേണ്ട, മെറ്റീരിയൽ റിമൂവൽ ഓപ്പറേഷൻ നടത്തേണ്ടുന്ന പീസ് എന്ന് പറയുന്നത് ഈ വൈറ്റ് പീസ് മാത്രമാണ്. ഓക്കെ, ഈ വൈറ്റ് പീസ് മാത്രമാണ് നിങ്ങൾക്ക് എച്ചിങ് നടത്താൻ വേണ്ടി നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് തന്നേക്കുന്നത് ഈ ഒരു വൈറ്റ് പീസ് മാത്രം. പക്ഷെ നിങ്ങൾ അതിന്റെ കൂടെ ഒരു സെപ്പറേറ്റ് പീസിനെയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലബ് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു സെപ്പറേറ്റ് പീസിനെയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്തിനാണ് അങ്ങനെ ചെയ്തേക്കുന്നത് നോക്കാം. എങ്ങനെയാണ് അത് സംഭവം? എന്തിനാണ് അങ്ങനെ ഒരു സെക്കൻഡ് പീസ് അല്ലെങ്കിൽ ഒരു എൻ ടൈപ്പ് പീസിനെ എന്തിനാണ് അതിന്റെ കൂടെ വെച്ച്? അതാണ് ഇനി ഇതിന്റെ വർക്കിങ്ങിൽ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് ഒരു ബോക്സിനകത്താണ് സബ്സ്ട്രേറ്റ് വെച്ചിട്ടുള്ളത്. സബ്സ്ട്രേറ്റ് ഒരു കണ്ടെയ്നറിനകത്താണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കണ്ടെയ്നറിനകത്താണ് എടുത്തിട്ടുള്ളത്. ഈ കണ്ടെയ്നറിന്റെ പ്രത്യേകത നോക്കിയേ, ഇവിടെയൊക്കെ ക്ലോസ്ഡ് റീജിയൻ ആണ് അല്ലെ. അത് ഈ സൈഡിൽ നിന്നൊന്നും എച്ചന്റ് എങ്ങോട്ടേക്ക് വരില്ല, നമ്മുടെ സബ്സ്ട്രേറ്റിലേക്ക് എച്ചന്റ് നേരെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യില്ല. അതേപോലെ ഇവിടെയൊക്കെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളത്, ഇവിടം വരെ ഓക്കെയാണ്, ക്ലോസ്ഡ് ആണ്. അതേപോലെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. അതായത് ഇതിലെ കൂടെ ഒന്നും അകത്തേക്ക് എച്ചന്റ് കയറുന്ന പ്രശ്നമില്ല. ഇവിടം വരെ ഓക്കെയാണ്. അപ്പൊ ആകെ എച്ചന്റ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നത് ഇത്രയും സ്ഥലത്ത് മാത്രമാണ് അല്ലെ. അപ്പൊ അതാണ് എന്റെ ഡിസൈഡ് കട്ടിങ് ഏരിയ. എനിക്ക് കട്ടിങ് നടക്കേണ്ടുന്ന ഏരിയ എന്ന് പറയുന്നത് അതാണ്. ഒരു മാസ്ക് പോലെ തന്നെയാണ് ആര് പ്രവർത്തിക്കുന്നത്? ഈ സബ്സ്ട്രേറ്റ് കണ്ടെയ്നർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ കണ്ടെയ്നറിന്റെ ഓപ്പണിങ് അല്ലെങ്കിൽ എച്ചന്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈഡ് ഏരിയ, ഒരു മാസ്കിന് സിമിലർ ആയിട്ടാണ് ഈ സബ്സ്ട്രേറ്റ് കണ്ടെയ്നർ വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്യൂർ സിലിക്കന്റെ എച്ചിങ് റേറ്റും അതേപോലെ ഡോപ്ഡ് സിലിക്കന്റെ എച്ചിങ് റേറ്റും ഡിഫറെന്റ് ആണ്. അതിൽ തന്നെ ഡോപ്ഡ് സിലിക്കൺ തന്നെ പി ടൈപ്പും ഉണ്ട് എൻ ടൈപ്പും ഉണ്ട്. ഇതിന് രണ്ടിനും ഒരേ റേറ്റ് ആയിരിക്കും എച്ചിങ് റേറ്റ്? പി ടൈപ്പ് സിലിക്കണിലും എൻ ടൈപ്പ് സിലിക്കണിലും എച്ചിങ് റേറ്റ് സെയിം ആയിരിക്കും? ഉണ്ടാവും അല്ലെ, എന്തായാലും ഉണ്ടാവും. അതായത് ഡോപ്ഡ് സിലിക്കണിൽ തന്നെ പി ടൈപ്പിനുള്ള എച്ചിങ് റേറ്റ് ആയിരിക്കില്ല എൻ ടൈപ്പിനകത്ത് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ ഇതിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോ നമ്മളെ ഈ എൻ ടൈപ്പ് നമ്മൾ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്ത സിലിക്കണിൽ നിന്നും കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പവർ സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൗണ്ടർ ഇലക്ട്രോഡും ഉണ്ട്. ആനോഡ് കാത്തോഡ് എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു കാത്തോഡും ഉണ്ട്. ഇവിടുത്തെ ആനോഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത അല്ലെ നമ്മൾ സ്പെഷ്യലി എടുത്തേക്കുന്ന ഈ ഒരു എൻ ടൈപ്പ് സിലിക്കണയാണ്. അപ്പോ ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എച്ചന്റും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു അറേഞ്ച്മെന്റ് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എച്ചന്റ് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത് എവിടെയാ? എച്ചന്റ് നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ട് എവിടെയാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരിക? ഈ മാസ്കിങ് ഇല്ലാത്ത ഈ ഏരിയയിൽ മാത്രമല്ലടാ അല്ലേ? അപ്പൊ നമുക്കറിയാം എച്ചന്റും നമ്മുടെ സബ്സ്ട്രേറ്റും തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ എച്ചിങ് നടക്കും അല്ലെ, മെറ്റീരിയൽ റിമൂവൽ നടക്കും. ഇപ്പൊ പി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പ്യൂർ സിലിക്കണേക്കാളും കുറച്ച് സ്പീഡിൽ തന്നെ നടക്കും. അങ്ങനെ എച്ചിങ് നടന്ന് ഇതിലിപ്പോ മെറ്റീരിയൽ റിമൂവൽ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മെറ്റീരിയൽ റിമൂവൽ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇതിങ്ങനെ നടന്ന് ഈ താഴേലേക്ക് വരെ എത്തുന്നു വെച്ചോ, ഇവിടം വരെ എത്തുന്നു വെച്ചോ. എച്ചിങ് നടന്ന് ഇത്രയും മെറ്റീരിയൽ റിമൂവൽ നടന്നു. അടുത്ത മൊമെന്റിൽ എച്ചന്റ് ആരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു? പി ടൈപ്പിൽ കംപ്ലീറ്റ് എച്ചിങ് നടന്നു. അടുത്ത മൊമെന്റിൽ ആരുമായിട്ടാ കോണ്ടാക്ട് വരിക? എൻ ടൈപ്പുമായിട്ട് കോണ്ടാക്റ്റിൽ വരും അല്ലെ. എൻ ടൈപ്പുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിന് സിമിലർ ആയിട്ടുള്ള പ്രോസസ്സിങ് ആയില്ലേ. മീൻസ് ഇവിടെ കാത്തോഡും ആനോഡും ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റും തമ്മിൽ എല്ലാം കോണ്ടാക്ട് വന്നില്ലേ. ഇത്രയും നേരം ഈ എൻ ടൈപ്പുമായിട്ട് നമ്മുടെ എച്ചന്റ് ഇതുവരെ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ.
ഉണ്ടായിരുന്നോ? ഇല്ല, എൻ ടൈപ്പിന് മുമ്പിൽ ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ഉണ്ട്. ഈ സബ്സ്ട്രേറ്റ് മാത്രമേ എച്ച് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ ഈ സബ്സ്ട്രേറ്റിനെ, പി ടൈപ്പ് സബ്സ്ട്രേറ്റിനെ എച്ച് ചെയ്ത് ഈ ഒരു ജംഗ്ഷനിൽ ഈ രണ്ടിന്റെയും പിയുടെയും എന്നിന്റെയും ജംഗ്ഷൻ, പി എൻ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പി ടൈപ്പിന്റെയും എൻ ടൈപ്പിന്റെയും ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് ആക്ച്വലി എച്ചും നമ്മുടെ ഇലക്ട്രോഡും തമ്മിൽ കോണ്ടാക്ട് വരുന്നത്. അപ്പൊ നമുക്കൊരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിന് സിമിലർ ആയിട്ടുള്ള പ്രോസസ്സിംഗ് നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും. ആ മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്റെ കയ്യിൽ ഇതാണ് എന്റെ സബ്സ്ട്രേറ്റ് എലമെന്റ്. എനിക്ക് ഈ സബ്സ്ട്രേറ്റിൽ ഞാൻ ഇപ്പൊ വരച്ചേക്കുന്ന പോലെ ഇത്രയും ഡെപ്തിൽ മാത്രമേ എനിക്ക് എച്ചിങ് നടത്തേണ്ടതുള്ളൂ. ഇതൊരു പി ടൈപ്പാന്ന് വെച്ചോ, ഒരു പി ടൈപ്പ് എലമെന്റാന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോ കെമിക്കൽ എച്ച് സ്റ്റോപ്പ് മെത്തേഡ് വെച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഈ എൻ ടൈപ്പ് എലമെന്റിനെ ഞാൻ ഇതിന്റെ ബാക്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലായിട്ടില്ലല്ലോ? എടാ, ഞാൻ ഒന്നുകൂടി വരച്ച് കാണിച്ചാൽ എന്റെ കയ്യിലുള്ള സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ വരച്ചേക്കുന്നതാണ്. ഇതൊരു പി ടൈപ്പാന്ന് തന്നെ കൂട്ടിക്കോ. ഇതിനകത്ത് എനിക്ക് ഇത്രയും ഡെപ്തിൽ മാത്രമേ കട്ടിങ് അല്ലെങ്കിൽ എച്ചിങ് നടത്തേണ്ടതുള്ളൂ. ഇലക്ട്രോ കെമിക്കൽ എച്ച് സ്റ്റോപ്പ് മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങളോട് എച്ചിങ് നടത്താൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എടുക്കുന്ന എൻ ടൈപ്പ് എലമെന്റ് ഉണ്ടല്ലോ, ആ എൻ ടൈപ്പ് എലമെന്റിനെ ഞാൻ ഇതിന്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ ജോയിന്റ് ആക്കി വെച്ചതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? കണക്കായിട്ട് വെക്കേണ്ടി വരുമോ? ഈ എൻ ടൈപ്പ് എലമെന്റിനെ ഇതിന്റെ മേലയിലേക്ക് കയറ്റി വെച്ചാ പോരെ? ഓവർലാപ്പ് ചെയ്ത് വെച്ചാ പോരെ? ഒന്നിന്റെ മേലയിൽ ഇതേപോലെ ഓവർലാപ്പ് ചെയ്ത് വെച്ചാ പോരെ? അന്നേരം കറക്റ്റ് ആയിട്ട് റെക്ടാങ്കുലർ പോർഷൻ ആയിട്ട് തന്നെ കിട്ടുവാ? എച്ചിങ് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നടക്കൂലേ? ഡെപ്തിലോ അല്ലെ അണ്ടർ കട്ടിങ് ആണോ പറയുന്നത്? അതെ, അണ്ടർ കട്ടിങ് ഇല്ല, അത് പറയാം. പി ടൈപ്പ് എൻ ടൈപ്പ്, അതായത് നമ്മൾ ഡോപ്ഡ് മെറ്റീരിയലില് ഞാൻ പറഞ്ഞു എച്ചിങ് ഫാസ്റ്റർ റേറ്റിലാണ് നടക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെ ഒരു മോഡൽ വരയ്ക്കാം. ഇതൊരു പി ടൈപ്പോ അല്ലെ എൻ ടൈപ്പോ ആണെന്ന് നോക്കി. ഇതിന്റെ മേലയിൽ ഞാനൊരു മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ എച്ചിങ്ങിന് വേണ്ടിയിട്ട് എച്ചിന്റെ ഞാൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു പ്യൂർ സിലിക്കണേക്കാളും സ്പീഡിലാണ് നടക്കുക. ഇതിന്റെ നോർമൽ ഡയറക്ഷനിലാണ് കൂടുതൽ സ്പീഡിൽ, അതായത് നോർമൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ടേക്ക് എച്ചിന്റെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡയറക്ഷനിലാണ് വളരെ സ്പീഡില് എച്ചിങ് നടക്കുക. സൈഡ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ സൈഡ് വാൾ ഡയറക്ഷനിലേക്ക് എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഡോപ്ഡ് സിലിക്കണിന്റെ ഒരു പ്രത്യേകതയാണത്. ഡോപ്ഡ് മെറ്റീരിയലില് നോർമൽ ഡയറക്ഷനിലാണ് എച്ചിങ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഇനി നമ്മൾ സൈഡ് വാൾ അല്ലെങ്കിൽ സൈഡ് വേസ് കമ്പയർ ചെയ്യുമ്പോൾ എച്ചിങ് റേറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആഴത്തിലേക്കാണ് കൂടുതൽ, ഡെപ്തിലേക്കാണ് എച്ചിങ് കൂടുതൽ ഉണ്ടാവുക. സൈഡിലേക്ക് എച്ചിങ് കുറവായിരിക്കും. ഇപ്പൊ ഇവിടുന്ന് നമ്മളിപ്പോ എച്ചിന്റെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നോർമൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ, ഇതിലേക്കാണ് കൂടുതൽ സ്പീഡിൽ എച്ചിങ് നടക്കുക. സോ അതുകൊണ്ട് തന്നെ സൈഡിലേക്കുള്ള അണ്ടർ കട്ടിങ്ങും അണ്ടർ എച്ചിങ്ങും ഡോപ്ഡ് മെറ്റീരിയലിൽ വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഫിഗറിൽ തന്നെ നോക്കിയാൽ കാണാം, ഇതിനകത്ത് കട്ടിങ് നടന്നു വരുന്നതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് മെല്ലെ 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 റിമൂവ് ആയി പോവാ. ഇനി അടുത്ത മൊമെന്റിൽ ഇതിങ്ങനെ കുറച്ചുകൂടി സ്റ്റീപ്പായി ഇങ്ങനെ താഴോളം കട്ട് ചെയ്ത് വരും. അപ്പൊ ഞാൻ ഇൻബിറ്റ്വീനിൽ ചോദിച്ചത് എന്റെ റിക്വയർഡ് ഏരിയയിൽ അല്ലെങ്കിൽ എന്റെ റിക്വയർഡ് ഡെപ്തിൽ എച്ചിങ് നടക്കാൻ വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സെക്കൻഡ് എലമെന്റ് ഉണ്ടല്ലോ, എൻ ടൈപ്പ് സിലിക്കൺ, അത് എന്ത് ചെയ്യണം? നമുക്ക് എത്ര ഡെപ്തിലാണോ വേണ്ടത് ആ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വെക്കേണ്ടി വരും ചില കണ്ടീഷനിൽ. ഇതാണ് സിലിക്കൺ സബ്സ്ട്രേറ്റ്, എനിക്ക് വേണ്ടത് ഇത്രയും ഡെപ്ത് മാത്രമേ കട്ട് ചെയ്യേണ്ടുള്ളൂ എങ്കിൽ ഞാൻ സെക്കൻഡ് ആയിട്ട് എടുക്കുന്ന എൻ ടൈപ്പ് സബ്സ്ട്രേറ്റിനെ എങ്ങനെ വെക്കണം? ഇങ്ങനെ ഒന്നിന്റെ മേലയിൽ ഓവർലാപ്പ് ചെയ്തിട്ട് വെക്കേണ്ടി വരും. ഇനി ഇവിടുന്ന് എച്ച് വന്നു കഴിഞ്ഞാൽ എച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പിയും എന്നും കൂടി കമ്പൈൻ ചെയ്യുന്ന ഈ ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ജംഗ്ഷൻ എത്തുമ്പോഴേക്കും എന്തായി? അവിടെ നമുക്കൊരു ഔട്ട്പുട്ട്, ഇലക്ട്രോളിസിസ് ഔട്ട്പുട്ട് കിട്ടും അല്ലെ, വോൾട്ടേജ്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? എച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ അകത്തുനിന്ന് ഈ സബ്സ്ട്രേറ്റ് കണ്ടെയ്നറിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം.
പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് ഏരിയയിൽ മാത്രമേ കട്ടിങ് നടന്നിട്ടുണ്ടാവുള്ളൂ. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എച്ചിങ് സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഇലക്ട്രോലിറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ എച്ച് സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എച്ച് സ്റ്റോപ്പ് മെത്തേഡ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാം ലാസ്റ്റ് ഇയർ നിങ്ങളുടെ സീനിയേഴ്സിന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു എച്ച് സ്റ്റോപ്പ് മെത്തേഡ്. ഏതെങ്കിലും എച്ച് സ്റ്റോപ്പ് മെത്തേഡിനെ പറ്റി എഴുതാനാ ചോദിച്ചത്. 5 മാർക്കിനാന്ന് തോന്നുന്നു ചോദിച്ചത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ചിലപ്പോൾ എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 2 എഴുതേണ്ടി വരും. ഒന്നുമില്ല, ഡോപ്പ് ആൻഡ് കൺട്രോൾഡ് എന്ന് വെച്ചാൽ പ്യുവർ സിലിക്കണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡോപ്ഡ് സിലിക്കണിന്റെ എച്ചിങ് റേറ്റ് വളരെ കൂടുതലാണ്. സോ എനിക്ക് എവിടെയാണോ എച്ചിങ് കൂടുതൽ കാര്യക്ഷമമായി നടക്കേണ്ടത് അവിടെ എന്ത് ചെയ്താൽ മതി, ഡോപ്പിങ്ങിന്റെ ഡെൻസിറ്റി കൂട്ടിയാൽ മതി. ദെൻ അതേപോലെ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ എച്ചിങ് സ്റ്റോപ്പ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എച്ചിങ് നടത്തേണ്ട സബ്സ്ട്രേറ്റിന്റെ കൂടെ ഒരു എലമെന്റും കൂടി നമ്മൾ ആഡ് ചെയ്യും. അതായത് നമ്മൾക്ക് എച്ചിങ് നടത്തേണ്ടത് പി ടൈപ്പ് ആണെങ്കിൽ അതിന്റെ കൂടെ എൻ ടൈപ്പ് എലമെന്റിനെ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് ആ എൻ ടൈപ്പ് എലമെന്റിനെ ഒരു ഇലക്ട്രോഡ് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു ആനോഡ് പോലെ ആക്ട് ചെയ്യും, അതിന്റെ നിന്ന് കണക്ഷൻ എടുക്കും. അതേപോലെ ഒരു കൗണ്ടർ ഇലക്ട്രോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മുടെ എച്ച് എൻഡിനെ നമ്മൾ എടുക്കും. എച്ച് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ സൊല്യൂഷനാണ് നമ്മൾ എച്ച് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ റിക്വയർഡ് ഏരിയയിൽ കട്ടിങ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ്സ്ട്രേറ്റ് കണ്ടെയ്നറിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബേസ് മെറ്റീരിയലിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോ ഈ പി എൻ ജംഗ്ഷൻ വരെ കട്ടിങ് നടക്കുവേ. പിയും എന്നും തമ്മിലുള്ള ഈ ഒരു ജംഗ്ഷൻ പോയിന്റ് വരെ കട്ടിങ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇലക്ട്രോലിറ്റിക് ഓർ ഇലക്ട്രോലിറ്റിക് എച്ച് സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് ആണ് നമ്മൾ ഇന്നലെ പകുതി പറഞ്ഞു വെച്ച എച്ചിങ് മെത്തേഡ്, ദാറ്റ് ഈസ് ഫിസിക്കൽ എച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ഡ്രൈ എച്ചിങ് മെത്തേഡ്. നമ്മൾ ഇന്ന് ഇപ്പൊ ഈ മൊമെന്റ് വരെ പറഞ്ഞത് കെമിക്കൽ എച്ചിങ് ആണ്. കാരണം അവിടെ എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് കെമിക്കൽ സൊല്യൂഷൻസ് ആണ് അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന ഐസോട്രോപിക് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എച്ചിന്റെ ഏതായിരുന്നു? ഐസോട്രോപിക് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന എച്ചിന്റെ ഏതായിരുന്നു? കോമൺലി യൂസ്ഡ് എച്ചന്റ് അസിഡിക് നാച്ചുറുള്ള എന്താ HNA? ഹൈഡ്രോഫ്ലൂറിക് നൈട്രിക് അസറ്റിക്. ഇനി അനൈസോട്രോപിക്കിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 എച്ചന്റുകളുടെ പേര് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. pH വാല്യൂ ഗ്രേറ്റർ ദാൻ 12 ആയിട്ടുള്ള എലമെന്റുകളാണ്, ആൽക്കലൈൻ എലമെന്റ്സ് ആണ് ഉപയോഗിക്കുക. അതിൽ തന്നെ പ്രധാനപ്പെട്ട 2 ആളുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. KOH. എന്താ KOH? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും പിന്നെ ഒരു EDP ഓർക്കുന്നില്ലേ? എത്തിലീൻ ഡയാമീൻ പൈറോകാറ്റക്കോൾ എന്ന് പറഞ്ഞ ഇവിടെ പേരുകളൊക്കെ ഓർമ്മ വേണേ. എക്സാമിന് എഴുതുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് മാർക്ക് വരിക. ഓക്കെ, ഇപ്പം വെറ്റ് എച്ചിങ് അല്ലെങ്കിൽ കെമിക്കൽ എച്ചിങ്, ഇതിനകത്ത് നമ്മൾ ആ ഒരു പേര് വരാൻ തന്നെ കാരണം വെറ്റ് എച്ചിങ്. വെറ്റ് എന്ന് വെച്ചാൽ എന്താ, നനക്കുക അല്ലെ. അപ്പൊ അവിടെ കെമിക്കൽ ലിക്വിഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എച്ചിങ് നടത്തിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈ എച്ചിങ് അല്ലെങ്കിൽ ഫിസിക്കൽ എച്ചിങ്. ഡ്രൈ എച്ചിങ് അല്ലെങ്കിൽ ഫിസിക്കൽ എച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എച്ചന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ വെറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ റിൻസിങ്ങോ ഒന്നും നടക്കാതെ അല്ലെങ്കിൽ മെറ്റീരിയലിനെ സബ്സ്ട്രേറ്റിനെ വെറ്റ് ചെയ്യാതെ എങ്ങനെയാണോ മെറ്റീരിയൽ റിമൂവൽ നടത്തുന്നത് അതാണ് ഡ്രൈ എച്ചിങ്ങിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഡ്രൈ എച്ചിങ് ഇൻവോൾവ്സ് ദി റിമൂവൽ ഓഫ് സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ബൈ ഗാഷിയസ് എച്ചൻസ്. ഇവിടുത്തെ ടൂൾ എന്ന് പറയുന്നത് ഗാഷിയസ് എച്ചൻസ് ആണ്. നേരത്തേല് കെമിക്കൽ അല്ലെങ്കിൽ ലിക്വിഡ് എച്ചൻസ് ആണ് വെറ്റ് എച്ചിങ്ങിന്റെ ടൂൾ എന്ന് പറയുന്നത്. ഡ്രൈ എച്ചിങ്ങിന്റെ ടൂൾ എന്ന് പറയുന്നത് ഗാഷിയസ് എച്ചൻസ് ആണ്. Without wet chemicals or rinsing, there are 3 dry etching techniques. First one, plasma etching. Second one, ion milling and reactive ion etching. ഇതിനകത്ത് പ്ലാസ്മ എച്ചിങ്ങും റിയാക്റ്റീവ് അയോൺ എച്ചിങ്ങും ആണ് നമ്മുടെ സിലബസിലുള്ളത്. നമുക്ക് അത് ഓരോന്നായിട്ട് പഠിക്കാം. എന്താണ് പ്ലാസ്മ എച്ചിങ്, എന്താണ് റിയാക്റ്റീവ് അയോൺ എച്ചിങ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ ഡ്രൈ എച്ചിങ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായല്ലോ. നമ്മൾ ഇത്രയും നാള് ഡിസ്കസ് ചെയ്ത ഈ എച്ചിങ്ങിനകത്ത് ഇവിടെ എച്ചന്റ് ആയിട്ട് ലിക്വിഡിന് പകരം ഗ്യാസ് ഉപയോഗിക്കും. ഈ എച്ചൻസ് ആയിട്ട് ഗാഷ്യസ് എലമെന്റുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഡ്രൈ എച്ചിങ് മെത്തേഡ്. സോ ഫസ്റ്റ് വൺ, പ്ലാസ്മ എച്ചിങ്.
പ്ലാസ്മ എച്ചിങ്. എന്താ പ്ലാസ്മ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ അതും ഡിസ്കസ് ചെയ്തതാണ്. പ്ലാസ്മ എന്താ? പ്ലാസ്മ സ്റ്റേജ് അയോണൈസ്ഡ് ഗ്യാസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും ഇലക്ട്രോണുമായിട്ട് അല്ലെ മാറ്റുന്ന ഒരു പരിപാടി. എങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റൂമൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു റൂമിൽ ഇൻസൈഡിലുള്ള ഒരു സ്റ്റേജിനെ പ്ലാസ്മ സ്റ്റേജ് ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് ഭാഗത്തുനിന്നും ഹൈ ഡിസ്ചാർജ് പ്രൊവൈഡ് ചെയ്താൽ, ഹൈ കറണ്ട് പ്രൊവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു റേഡിയോ ഫ്രീക്വൻസി സോഴ്സ് എങ്ങാനും വെച്ചിട്ട് അതിനെ നല്ല രീതിയിൽ ഡിസ്ചാർജ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീനിലുള്ള മോളിക്യൂൾസ് എന്താവും? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും ഇലക്ട്രോൺസുമായിട്ട് സ്പ്ലിറ്റ് ആവും. ആ ഒരു കണ്ടീഷനാണ് പ്ലാസ്മ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് പ്ലാസ്മ എച്ചിങ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ റിയാക്റ്റീവ് അയോൺ എച്ചിങ്, DRI, ഡീപ്പ് റിയാക്റ്റീവ് അയോൺ എച്ചിങ്. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് DRI എന്ന് പറഞ്ഞിട്ട് മാത്രം ഈ പേര് വെച്ചിട്ട് എക്സാമിന് essay ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് പ്ലാസ്മ എച്ചിങ് പറയാം. പ്ലാസ്മ എച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് സ്റ്റേജ് ആണ്. ഗ്യാഷ്യസ് സ്റ്റേജ് എന്നല്ല, ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പ്ലാസ്മ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലാസ്മ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് എച്ചിങ് നടത്തുക. അപ്പൊ എങ്ങനെയാണ് അവിടെ എച്ചിങ് നടക്കുക? എന്തുകൊണ്ടാണ് അവിടെ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്? ഇനി റിമൂവ് ചെയ്ത മെറ്റീരിയൽ എങ്ങനെയാണ് നമുക്ക് പുറത്തേക്ക് സ്ക്രാപ്സ് ആയിട്ടാണോ കിട്ടുക, അല്ല വേറെ എന്തെങ്കിലും ഫോമിലായിട്ടാണോ കിട്ടുക? ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഐ തിങ്ക് സമയമായോ? ഓക്കെ, പ്ലാസ്മ എച്ചിങ്ങും DRIയും ഒരുമിച്ച് ഒരേ ഫോർമാറ്റിൽ പറയാൻ പറ്റുന്നതാണ്. ചെറിയ മാറ്റേ ഉള്ളൂ. നമുക്ക് രണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അറ്റൻഡൻസ് എന്ന് പറയാം. നമ്പർ 1 2 3 4 5 6 7